കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ കൊല്ലങ്കോട് മേഖലാ സമ്മേളനം കൊഴിഞ്ഞാമ്പാറയിൽ നടത്തി. 15ാം മേഖലാ സമ്മേളനത്തിന് വേദിയായത് പാംഷോർ ഹോട്ടലാണ്. രജിസ്ട്രേഷനു ശേഷം പതാക ഉയർത്തി. KCCL MD PP സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളാവിഷൻ എന്ന രീതിയിൽ നമ്മൾ ഇന്ന് രാജ്യത്ത് ഡിജിറ്റൽ രംഗത്ത് MSO ബിസിനസ്സിൽ 6ാം സ്ഥാനത്താണ് എല്ലാവർക്കും അറിയാം. നമ്മൾ എല്ലാ വേദികളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മൾ തന്നെയാണ് പറയേണ്ടത്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത് നമ്മൾ ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനത്താണെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ MSO ബിസിനസ് ആയിട്ടുള്ള ഡിജിറ്റൽ രംഗത്ത് നമ്മൾ 6ഉം 5ഉം ഒക്കെ കടന്നു 4ാം സ്ഥാനത്തായി. തൊട്ടടുത്തുള്ള TCCL പോലും ഒരു ഘട്ടത്തിൽ നമ്മൾ മറികടന്നിട്ടാണ് ഇപ്പോൾ 4ാം സ്ഥാനമൊക്കെ നമുക്ക് എത്തിയിട്ടുള്ളത്. കാരണം എന്താ, നമ്മുടെ ഡിജിറ്റൽ രംഗത്ത് നമ്മുടെ കൂട്ടായ്മ മനസ്സിലാക്കിക്കൊണ്ട് 2019 താരിഫ് ഓർഡർ വന്ന് ഇന്ന് രാജ്യത്ത് ആകമാനം നമ്മൾ പരിശോധിച്ചാൽ ഡിജിറ്റൽ കേബിൾ ടി വി കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെയും കാര്യത്തിൽ വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ അനലോ കണക്ഷൻ നമ്മൾ ഡിജിറ്റലാക്കി. ആ ഡിജിറ്റലാക്കി ഇന്ന് നമ്മൾ 2026 നിൽക്കുമ്പോൾ നമുക്കുണ്ടായിരുന്ന അതേ കണക്ഷൻ ഇന്ന് നിലനിൽക്കുന്നില്ല. കാരണം കേബിൾ ടി വി, ലീനിയർ കേബിൾ ടി വി എന്ന് പറയുന്ന ആശയം അവസാനിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് എന്നാൽ കണക്ഷൻ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പനി ഇന്ന് 4ാം സ്ഥാനമായ MSO ആയിട്ടുള്ളത് മറ്റു കേബിൾ ടി വി ഓപ്പറേറ്റർമാർ, മറ്റു MSOയുടെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കേരളത്തിലെ സിഗ്നൽ സ്വീകരിച്ചുകൊണ്ടാണ്. 2019 ഏറ്റവും വലിയ മാറ്റം. അപ്പൊ നമുക്കറിയാം, ഡിജിറ്റലൈസേഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എന്താണ് സംഘടന ഓരോ കാലഘട്ടത്തിൽ ചെയ്ത കാര്യം. 96 സംഘടന ഉണ്ടായത് പ്രധാനമായിട്ടും നമ്മുടെ കേബിൾ ടി വി തുടങ്ങുന്ന കാലം മുതലുള്ള നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ പേച്ചാനൽ സമരങ്ങൾ. അതിലുപരിയായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നും പ്രതിസന്ധി ഇവിടെ സൂചിപ്പിച്ച UBPL പോലെയുള്ള ജില്ലാ ഘടകങ്ങൾ ഒരുമിച്ച് KICC പോസ്റ്റിന് പണം അടയ്ക്കുന്നുണ്ടെങ്കിലും ഇന്നും നമുക്ക് അതൊരു അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിരുന്നു നമുക്ക് ഈ സമ്മേളനം നടത്തുമെന്ന് പറയാൻ കഴിയും. പക്ഷെ കുറെ മാറ്റങ്ങൾ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നു. മേഖലാ പ്രസിഡന്റ് ശശിധരൻ അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി ഫാറൂഖ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി മാധവൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി സിദ്ദിഖ് ജില്ലാ റിപ്പോർട്ടും മേഖലാംഗം പ്രദീപ് കുമാർ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. UBPL MD V മണികണ്ഠൻ UBPL റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് MG രാജശേഖരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ്, ജില്ലാ ട്രഷറർ ബാബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S പ്രദീപ്, മേഖലാ വൈസ് പ്രസിഡന്റ് ഹബീബ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.